ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സാനി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു മേക്കപ്പ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ കുളിക്കാനോ തിരുമ്പാനൊക്കെ പോകണമെന്ന്. അല്ല ഗൈസ്, ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോണത് എൻ്റെ ചാനലെടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസമായിട്ട് നമ്മളിപ്പം ചെയ്യുന്നത് നോർമൽ ലുക്കാണ്. ഒരു ട്രഡീഷണൽ ലുക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, കുറച്ചധികമായിട്ട്. കുറച്ച് മുന്നേ 5-3-4 കൊഞ്ചല്ല കുറേ മുന്നേ നമ്മൾ ബ്രൈഡൽ ലുക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഒരു ട്രഡീഷണൽ ലുക്ക് ചെയ്യാം. ബ്രൈഡൽ ലുക്കല്ല, ഒരു സാരി കൊടുത്ത് ഒരു ലുക്ക് ചെയ്യാൻ വിചാരിച്ചു. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മീ സാനി. അപ്പോൾ തുടങ്ങാം. ഗൈസ്, നമ്മളെല്ലാ പ്രാവശ്യം ആദ്യം മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഹെയറിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എന്ത് ചെയ്യാം, ഹെയർ കഴിഞ്ഞിട്ട് മേക്കപ്പിലേക്ക് പോവാം. ജസ്റ്റ് ഈ ഒരു സെക്ഷനും എടുത്തിട്ട് ജസ്റ്റ് ഇതാ, പിന്നെ ബാക്കിക്കുള്ള ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റിബൺ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഫ്രണ്ടിലെല്ലാം മുടി ജസ്റ്റ് ലൈറ്റായിട്ട് ബാക്ക് കോമ്പിങ് കൊടുത്തിട്ട് ബാക്കിലേക്ക് എടുത്ത് കെട്ടുകയാണേ. എന്നിട്ട് ശേഷം ഒരു ലോ ബണ്ണ് കൊടുക്കുക, ഒരു ഫ്ലവർ വയ്ക്കുക. അതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ഫ്ലവർ വയ്ക്കാണ്ട് നമുക്ക് ലാസ്റ്റ് വയ്ക്കാവേ. അപ്പം നമുക്കിനി മേക്കപ്പ് സ്റ്റാർട്ട് ആയിട്ടോ. ഞാൻ ഹെഡ് ബാൻഡ് കൊടുക്കേണ്ടത് ഇത് അത്യാവശ്യം നല്ല ജസ്റ്റ് എൻ്റെ മുടിന് മുമ്പേക്ക് പാറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ട് ഇരുന്നോട്ടെ വെച്ചിട്ട് ഞാൻ ഇട്ടാട്ടോ. ക്ലീൻ ആയിട്ടുള്ള ഫേസിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത് മോയ്സ്ചറൈസർ ആട്ടോ. ഞാനായിട്ട് യൂസ് ചെയ്യുന്ന എംബ്രോളീസിൻ്റെ മോയ്സ്ചറൈസറാണേ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഐബ്രോ ആണ് ഫിൽ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ലൈറ്റായിട്ട് മാത്രം നമ്മൾ ഐബ്രോ വരച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കൺസിലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ മൊത്തം കുഞ്ഞു പിമ്പിൾസ് വന്ന പാടുകൾ, കറുത്ത പാടുകളുണ്ടെങ്കിലോ പിന്നെ ഈ സ്കാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ കൊണ്ട് സ്മജ് ചെയ്താൽ മതി കേട്ടോ. കൂടാതെ തന്നെ ഞാൻ കണ്ണിൻ്റെ മുകളിലും ഈ ഒരു കൺസിലർ നൈസായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത് ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്. അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്. ആ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ കുറച്ച് റിസ്ക് ആട്ടോ ബ്ലെൻഡ് ചെയ്ത് ശരിയാവാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഫൗണ്ടേഷൻ ഇട്ടതിന് അപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് ഓയിൽ മുഖത്ത് ജസ്റ്റ് 2-3 ഡ്രോപ്സ് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു ആംഗുലർ ബ്രഷ് ഉപയോഗിച്ചിട്ട് എൻ്റെ ഐബ്രോ പാലറ്റിലെ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് കൊണ്ട് വരച്ചെടുക്കും കേട്ടോ. റഫായിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. ശേഷം ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ ആ വരച്ച ഭാഗം ജസ്റ്റ് സ്മജ് ചെയ്തെടുക്കണം കേട്ടോ. ശേഷം ഈ ഒരു ലൈറ്റ് ബ്രൗൺ എടുത്തിട്ട് നമ്മൾ സ്മജ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടെ സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഷെയ്ഡ് നമുക്ക് രണ്ട് ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ 2 കണ്ണിലും നല്ലപോലെ മസ്കാര ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയേ. പിന്നെ ഫേസിൽ ബ്ലഷ് അപ്ലൈ ചെയ്യാനും ലിപ്സ്റ്റിക് ഇടാനും മാത്രമേ ഉണ്ടാവുള്ളൂ. ബ്ലഷ് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരു ലൈറ്റ് ഷെയ്ഡ് മാത്രമേ ബ്ലഷ് വരുത്തിയിട്ടുള്ളൂ കേട്ടോ. ഒരു റോസ് കളർ ലിപ് ഷെയ്ഡ് ആയിട്ടാണ് ഞാൻ ലിപ്പിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു കുഞ്ഞ് പൊട്ട് വെച്ചെടുത്തു. അപ്പം നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാം കേട്ടോ. ഞാനൊരു ലൈറ്റ് ഗ്രീൻ സാരി, ഒരു മജന്ത കളർ ബ്ലൗസാണ് ഇട്ടുള്ളത്. പിന്നെ ലുക്ക് ഒന്നും കൂടി ഒന്ന് എലഗൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു മാല ഇട്ട് കൊടുക്കുന്നുണ്ടോ. പിന്നെ അതിന് മാച്ചിങ് ഞാൻ ഒരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ടേ. എനിക്ക് തോന്നുന്നു ഈ ലുക്ക് കംപ്ലീറ്റ് ആണ്. നമുക്ക് സിന്ദൂരം കൂടി ഇടണം കേട്ടോ. ഞാൻ സിന്ദൂരം ഇടട്ടെ. സിന്ദൂരം ആഡ് ചെയ്യാൻ പോകും. മുല്ലപ്പൂ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മുല്ലപ്പൂ കൂടെ വെക്കട്ടോ. എൻ്റെ കയ്യിൽ മുല്ലപ്പൂ ഇല്ല, ഒരു ആർട്ടിഫിഷ്യൽ പൂവാണുള്ളത്. നമുക്ക് വയ്ക്കാം.